Welcome students. In this video we are going to discuss about international financial instruments in our financial system. So far we discussed about various financial instruments available, various innovative financial instruments. So here we are focusing on the internationally available financial instruments. So after the adoption of the liberalized economic policy, Indian companies have an access to funds in global capital market. So this encouraged Indian companies to go global. Okay, so international financial instruments എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്ലോബലി മാർക്കറ്റ് ഗ്ലോബൽ ലെവലിൽ നിന്നും നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓൾറെഡി ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ട് ആവശ്യമുണ്ട്. ഈ ഫണ്ട് റേസ് ചെയ്യാൻ നമുക്ക് പല വഴികളുണ്ട്. ഇക്വിറ്റി ഷെയർസ് ആയാലും ഡിബഞ്ചേഴ്സ് ആയാലും ബോൺസ് ആയാലും ലോൺസ് ആയാലും അങ്ങനെ പലതരത്തിലുള്ള ഡിവൈസസ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫണ്ട് റേസ് ചെയ്യാം. പക്ഷേ ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നും ഗ്ലോബൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യാനുള്ള അവസരം ഉണ്ടായി. ഓക്കെ, സോ ദിസ് എൻകറേജ്ഡ് ഇന്ത്യൻ കമ്പനീസ് ടു ഗോ ഗ്ലോബൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുറേ ഇൻ്റർനാഷണലി അവൈലബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് വന്നുകൊണ്ടേയിരുന്നു. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിനെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദേ ആർ ഡെപ്പോസിറ്ററി റെസീറ്റ്സ്, യൂറോ ബോൺഡ്സ്, FCCB, FCEB. സോ ഡെപ്പോസിറ്ററി റെസീറ്റ്സിൽ വരുന്നതാണ് ADR, GDR ആൻഡ് IDR. ADR stands for American Depository Receipts, GDR stands for Global Depository Receipts and IDR stands for Indian Depository Receipts. Then Euro bonds, FCCB and FCEB. FCCB stands for Foreign Currency Convertible Bonds and FCEB stands for Foreign Currency Exchangeable Bonds. Okay, so let me discuss one by one. First one, depository receipts. So depository receipts is a financial instrument, is an internationally available financial instrument. These are used as a means in the international capital market to raise funds via issue of equity. സോ നമ്മളുടെ കമ്പനിയുടെ ഇക്വിറ്റി ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഫണ്ട് കിട്ടും. ആ ഫണ്ട് നമുക്ക് ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്നും കിട്ടണമെങ്കിൽ, അതായത് നമ്മളുടെ കൺട്രിക്ക് പുറത്തുള്ള ഒരു കൺട്രിയുടെ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്നും ആ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റാണ് ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ്. സോ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഷെയർ സർട്ടിഫിക്കറ്റ് നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ് എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? നമ്മളുടെ ഇക്വിറ്റി പുറത്തുള്ള, അതായത് നമ്മളുടെ കൺട്രിക്ക് പുറത്തുള്ള കൺട്രിയിലെ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുമ്പോഴാണ് നമ്മൾ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സുകൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സിൽ ആദ്യത്തെ ADRഉം GDRനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ADRനെ കുറിച്ച് പറയാം, അതായത് അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ്. സോ സപ്പോസ് ദിസ് ഇസ് എൻ ഇന്ത്യൻ കമ്പനി. ദിസ് ഇന്ത്യൻ കമ്പനി എയിംസ് ടു റേസ് ഫണ്ട്സ് ഫ്രം ഇൻ്റർനാഷണൽ ഗ്ലോബൽ മാർക്കറ്റ്. സോ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നിന്നും, ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഇന്ത്യൻ കമ്പനിയുടെ ഉദ്ദേശം. ഓക്കെ, സോ ആ ഇന്ത്യൻ കമ്പനി എന്താണ് ചെയ്യുന്നത്? ആ ഇന്ത്യൻ കമ്പനി USA ഇൻവെസ്റ്റേഴ്സ്, അതായത് ഇൻവെസ്റ്റേഴ്സ് ഫോക്കസിങ് ഇൻ USA, അവർ ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുവാൻ താല്പര്യപ്പെടുന്നുണ്ട്. USA ഇൻവെസ്റ്റേഴ്സിന് നമ്മളുടെ ഇന്ത്യൻ കമ്പനിയിൽ ഷെയർ വാങ്ങിക്കാൻ താല്പര്യമുണ്ട്. അതായത് നമ്മൾക്ക് USA ഇൻവെസ്റ്റേഴ്സിന് നമ്മളുടെ ഷെയർസ് ഇഷ്യൂ ചെയ്യുവാൻ താല്പര്യമുണ്ട്. സോ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഒരു ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്ക്, USA ഫോക്കസ് ചെയ്തുകൊണ്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്ക് വർക്ക് ചെയ്യും. ഓക്കെ, സോ ഈ ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്കിൻ്റെ എയിം എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ കമ്പനിയെയും USA ഇൻവെസ്റ്റേഴ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഈ ഡെപ്പോസിറ്ററി ബാങ്കാണ് ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സുകൾ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, സോ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ് ബാങ്ക് വർക്ക് ചെയ്യുന്നത് എവിടെയാണ്? USA. സോ ഈ USA വർക്ക് ചെയ്യുന്ന ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്കിൻ്റെ ഒരു ഏജൻറ്റ്, അതായത് ഡൊമസ്റ്റിക് കസ്റ്റോഡിയനായിട്ട് നമ്മളുടെ ഇവിടെ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്നുണ്ടാകും. നമ്മളുടെ ഇന്ത്യയിൽ ഒരു ഡൊമസ്റ്റിക് കസ്റ്റോഡിയനായിട്ട് ഇന്ത്യയിൽ
ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്കിൻ്റെ ഒരു ഏജൻറ്റ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ഇറ്റ്സ് ഷെയർസ് ഇൻ ദിസ് ഡൊമസ്റ്റിക് കസ്റ്റോഡിയൻ. സോ ഏത് കമ്പനിയാണോ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്, ആ കമ്പനി ഡൊമസ്റ്റിക് കസ്റ്റോഡിയനിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, സോ ഈ ഡൊമസ്റ്റിക് കസ്റ്റോഡിയൻ എന്ത് ചെയ്യും? അക്നോളജ്മെൻറ്റ് ഓഫ് ദ ഷെയർ ഡെപ്പോസിറ്റ്സ്, ഇവിടെ ഡെപ്പോസിറ്റ് കിട്ടി, അതായത് ഷെയർസ് കിട്ടി, ആ ഡെപ്പോസിറ്റ് കിട്ടിയതിൻ്റെ അക്നോളജ്മെൻറ്റ് എങ്ങോട്ട് അയക്കുന്നു? ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്കിലേക്ക് അയക്കുന്നു. ഓക്കെ, സോ അത് അയച്ചു കഴിഞ്ഞാൽ ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്ക് എന്ത് ചെയ്യും? എത്ര ഷെയർസ് ആണോ ഈ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് അതിന് തുല്യമായിട്ടുള്ള ADRs, അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യും ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്ക്. ഓക്കെ, സോ ഫൈനലി ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്കിലാണ് നമ്മൾ ഈ കമ്പനിയുടെ ഷെയർസ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഡെപ്പോസിറ്റ് ചെയ്തതിന് തുല്യമായിട്ടുള്ള അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സുകൾ ഈ ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ ഇവിടെയാണ് ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. അതായത് ഈ ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്ക് എന്ത് ചെയ്യുന്നു? ഈ ADRs ഇൻവെസ്റ്റേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നു. സോ നമ്മളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഇൻവെസ്റ്റേഴ്സ്, USA ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു? ക്യാഷ് ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്കിന് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതായത് അവരുടെ ഡോളറിൽ, യുഎസിലാകുമ്പോൾ അമേരിക്കൻ ഡോളേഴ്സ് അവരെന്ത് ചെയ്യുന്നു? ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്കിന് ട്രാൻസ്ഫർ ചെയ്യുന്നു. പകരം അവർക്ക് ADRs കിട്ടുകയും ചെയ്യുന്നു. ഓക്കെ, സോ ഈ ക്യാഷ്, ഈ ADRs എന്ന് പറയുന്നത് മാർക്കറ്റബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അതായത് ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലുള്ള ADRs എന്ന് പറയുന്നത് പിന്നീട് നമുക്ക് വീണ്ടും ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റും. ആ ADRs വേറെ ആർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള മാർക്കറ്റബിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഈ ADRs എന്ന് പറയുന്നത്. സോ ഈ ക്യാഷ് അവർ കൊടുത്തിട്ടുള്ള ഫണ്ട് എവിടെയാണ് ഉണ്ടാവുക? ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്കിലായിരിക്കും. ഓക്കെ, സോ ഈ ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്ക് എന്ത് ചെയ്യുന്നു? ഈ ക്യാഷ് ഇന്ത്യൻ കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതായത് ക്യാഷ് ഫ്ലോ നടത്തുന്നു, ഇന്ത്യൻ കമ്പനിയിലേക്ക് ഈ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ ഇന്ത്യൻ കമ്പനിയുടെ എയിം എന്താണ്? USA ഇൻവെസ്റ്റേഴ്സിൽ നിന്നും ഫണ്ട് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യൻ കമ്പനി ഇൻവെസ്റ്റേഴ്സിൻ്റെ നിന്നും കളക്ട് ചെയ്യുന്നതിന് പകരം ഇവിടെ ഒരു ഡെപ്പോസിറ്ററി റെസീറ്റ്സുകൾ, അതായത് അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീറ്റ്സ് ഇഷ്യൂ ചെയ്തിട്ടാണ് അവർ ഫണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഈ പ്രോസസ്സ്, അപ്പോൾ ADR നടന്നിരിക്കുന്ന ഈ പ്രോസസ്സ് നമുക്ക് ഒന്നുകൂടെ പറയാം. റേസിംഗ് ഓഫ് ഫണ്ട്സ് ബൈ എൻ ഇന്ത്യൻ കമ്പനി ത്രൂ ADR. എങ്ങനെയാണ് ADR വഴി ഒരു ഇന്ത്യൻ കമ്പനി ഫണ്ട് കളക്ട് ചെയ്യുന്നത്? Deposit of the securities of an Indian company with a custodian bank, that is agent of the depository in India. ഡെപ്പോസിറ്ററിയുടെ, അതായത് ഏത് രാജ്യത്തെ ഇൻവെസ്റ്റേഴ്സ്, അപ്പോൾ ADR ആകുമ്പോൾ USA, അമേരിക്കയിലെ ഡെപ്പോസിറ്ററി ബാങ്കിൻ്റെ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കസ്റ്റോഡിയൻ ബാങ്ക് നമ്മളുടെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ആ ബാങ്കിൽ ഇന്ത്യൻ കമ്പനി എന്ത് ചെയ്യുന്നു? അവരുടെ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. Then second step, the custodian bank makes acknowledgement of the deposits to the depository in the US. സോ അവർക്ക് ഡെപ്പോസിറ്റ്സ് കളക്ട് ചെയ്ത ആ സമയത്ത് തന്നെ ആ കസ്റ്റോഡിയൻ ബാങ്ക് എന്ത് ചെയ്യുന്നു? കസ്റ്റോഡിയൻ ബാങ്ക് അവർക്ക് ഡെപ്പോസിറ്റ്സ് കിട്ടി എന്നുള്ളതിൻ്റെ അക്നോളജ്മെൻറ്റ് ഡെപ്പോസിറ്ററിക്ക് പാസ് ചെയ്യുന്നു. So the depository in the US then issue ADRs to the investors in US. So depository എന്ത് ചെയ്യുന്നു? ADRകൾ ഈ ഇൻവെസ്റ്റേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നു. The US dollars receipts in the hands of depository are passed on to the Indian company issuing shares. So ഏത് കമ്പനിയാണോ ഈ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ആ കമ്പനിക്ക് അതിന് തുല്യമായിട്ടുള്ള എത്ര ഷെയർസ് ആണോ അതിന് തുല്യമായിട്ടുള്ള ADRs വിറ്റപ്പോൾ, ADRs കൊടുത്തപ്പോൾ അതിന് തുല്യമായിട്ടുള്ള എമൗണ്ട് ഡോളർ റെസീറ്റ്സുകൾ ഡെപ്പോസിറ്ററി എന്ത് ചെയ്യുന്നു? കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ ഇതാണ് ADR വർക്ക് ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ ADR വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, സോ അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സർട്ടിഫിക്കറ്റ് ഓർ റെസീറ്റ് ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ ഷെയർസ് ഓഫ് എ ഫോറിൻ കമ്പനി ഓൺഡ് ആൻഡ് ഇഷ്യൂഡ് ബൈ എ US ബാങ്ക്. US ബാങ്ക് അല്ലെങ്കിൽ US ഡെപ്പോസിറ്ററി ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന, ആക്ച്വലി ഇത് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? കമ്പനി ഡയറക്റ്റ് അല്ല ഇഷ്യൂ ചെയ്യുന്നത് US ബേസ് ചെയ്തിട്ടുള്ള ഒരു ബാങ്കാണ്.
ഓക്കെ, അവരാണ് ഈ അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീറ്റ്സുകൾ ഇഷ്യൂ ചെയ്യുന്നത്. അവർ ഇഷ്യൂ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് അല്ലെങ്കിൽ റെസീറ്റാണ് ADR എന്ന് പറയുന്നത്. It is issued in accordance with the provisions stipulated by the Securities and Exchange Commission of USA. So, Securities and Exchange Commission of USAയുടെ പ്രൊവിഷൻസ് ഫോളോ ചെയ്തിട്ടാണ് ഈ ADRs ഇഷ്യൂ ചെയ്യുന്നത്. The foreign shares are held in custody overseas, but the certificates traded on one of the three major US equity markets, NYSE, Amex and Nasdaq. അതായത് ഫോറിൻ ഷെയർസ് ഇപ്പോൾ എവിടെയാണുള്ളത്? കസ്റ്റഡി ഓവർസീസിൻ്റെ, അതായത് ഇപ്പോൾ കസ്റ്റോഡിയൻ ബാങ്കിൻ്റെ അടുത്താണുള്ളത്. പക്ഷേ ഈ സർട്ടിഫിക്കറ്റുകൾ എക്സ്ചേഞ്ചുകൾ വഴി എന്ത് ചെയ്യാം? ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞു ദീസ് ആർ മാർക്കറ്റബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്. സോ മാർക്കറ്റബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആയതുകൊണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ട്രാൻസാക്ഷൻസ് നടത്താം. സോ US ബേസ് ചെയ്തിട്ടുള്ള ഇക്വിറ്റി മാർക്കറ്റ്സുകളായിട്ടുള്ള ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചും Amex അതുപോലെ നാസ്ഡാക്ക് പോലെയുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയൊക്കെ ഈ ട്രാൻസാക്ഷൻസ്, ഈ മാർക്കറ്റബിൾ ADRs എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റും. Then ADRs are denominated in US dollars and funds in the hands of the share issuing company are also in the US dollars. So ADRs ഇഷ്യൂ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്നത് എന്താണ്? US ഡോളേഴ്സ് ആണ്. ആ US ഡോളേഴ്സ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഈ കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതായത് ഏത് കമ്പനിയാണോ US ഡോളേഴ്സ് ഫണ്ട് ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമുള്ള കമ്പനികളാണ് ഈ ADRs എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസുകൾ ഇഷ്യൂ ചെയ്യുക. ഓക്കെ, സോ അതാണ് ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നത്. ADRs ഡിനോമിനേറ്റ് ചെയ്യുന്നത് US ഡോളറിലാണ്. അതേപോലെ തന്നെ അതിന് തത്തുല്യമായിട്ടുള്ള ഫണ്ട് കിട്ടുമ്പോൾ ആ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതും US ഡോളേഴ്സിലാണ്. Okay, so this is about American depository receipts. Then what are the features of American depository receipts in context of Indian company? സോ കമ്പനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ADRസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഫീച്ചർ, ADRs ആർ US dollars denominated and are traded in the same way as are the securities of US companies. ADRs എന്ന് പറയുന്നത് US denominated ഡോളേഴ്സ് ആണ്, അതായത് US ഡോളേഴ്സ് ആണ്. അത് ട്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണോ ഒരു US കമ്പനി അവരുടെ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അവിടുത്തെ ഇൻവെസ്റ്റേഴ്സ് വാങ്ങിക്കുന്നത് അതേപോലെ തന്നെയാണ് ADRസും. പക്ഷേ അവിടെ വ്യത്യാസം എന്ന് പറയുന്നത് USലുള്ളൊരു കമ്പനിയല്ല, മറിച്ച് ഇന്ത്യയിലുള്ളൊരു കമ്പനി US ഡോളേഴ്സ് ആവശ്യമുള്ള ഒരു ഇന്ത്യൻ കമ്പനിയാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നതെന്ന് മാത്രം. The ADR holder is entitled to the same rights and advantages as the owners of the shares in India. നമുക്കറിയാം ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ആ ഇക്വിറ്റി ഷെയർസ് പർച്ചേസ് ചെയ്തിട്ടുള്ള വ്യക്തികളെ, ഇൻവെസ്റ്റേഴ്സിനെ നമ്മൾ ഓണേഴ്സ് എന്നാണ് പറയുന്നത്. സോ ഓണേഴ്സിന് എന്തുണ്ട്? റൈറ്റ് ഉണ്ട്. നമ്മളുടെ കമ്പനിയിൽ ഓണർഷിപ്പ് ഉണ്ട്. ആ ഓണർഷിപ്പ്, അതേ ഓണർഷിപ്പ് തന്നെ ഒരു ADR ഹോൾഡർക്ക് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതായത് നമ്മളുടെ കമ്പനിയിലെ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ADRs സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അയാൾക്ക് നമ്മളുടെ കമ്പനിയിലുള്ള ഓണർഷിപ്പ് ഉണ്ടാകുന്നത്. Okay, then next point, ADR represents ownership in shares of the Indian company that is traded in US stock exchanges. സോ ADRs എന്ന് പറയുന്നത് ഓണർഷിപ്പ് ഇൻ ഷെയർസ്, നമ്മളുടെ ഇന്ത്യൻ കമ്പനിയിൽ അവർക്ക് ഓണർഷിപ്പ് ഉണ്ടെങ്കിലും ദാറ്റ് ഈസ് ട്രേഡ് ചെയ്യുന്നത് എവിടെയാണ്? US സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് അത് ട്രേഡ് ചെയ്യുന്നത്. Then ADRs pay dividend in US dollars and can be traded like shares of US based companies. So എങ്ങനെയാണോ USലുള്ള ഒരു കമ്പനിയിലെ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ, അതേ അവസ്ഥ തന്നെയാണ്. അതായത് അത് വാങ്ങിക്കുന്നവർക്ക് ഡിവിഡൻഡ് കിട്ടുന്നതും എങ്ങനെയായിരിക്കും? US ഡോളേഴ്സിലായിരിക്കും. Then the value of the ADR fluctuates based on the price movements of the underlying shares. So ഈ ഷെയർസ്, നമ്മൾ ഷെയർസ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ എവിടെയാണ്? കസ്റ്റോഡിയനിലാണ്. ആ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഷെയർസിനുള്ള മൂവ്മെൻറ്റ്, അതായത് ഷെയർസിന് നമ്മളുടെ കമ്പനിയുടെ ഷെയർ പ്രൈസിൽ മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും. ആ പ്രൈസ് മൂവ്മെൻറ്റ്സ് ബേസ് ചെയ്തിട്ട് ADRൻ്റെ വാല്യൂവിലും ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകും. ഓക്കെ, സോ ദീസ് ആർ അബൌട്ട് അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീറ്റ്സ്. So let me discuss one example. Suppose Reliance company in India requires raising of rupees 1 lakh dollar through ADR. So Reliance companyക്ക് 1 lakh US ഡോളേഴ്സിൻ്റെ ആവശ്യമുണ്ട്.
സോ ADR ഇഷ്യൂ ചെയ്തിട്ട് $1,00,000 റേസ് ചെയ്യുക എന്നുള്ളതാണ് റിലയൻസ് കമ്പനിയുടെ ഉദ്ദേശം. സോ ആ സമയത്ത് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് $1 ഈസ് ഈക്വൽ ടു 70 rupees. ഓക്കെ, സോ ഒരു ഷെയർ റിലയൻസ് കമ്പനിയിലെ ഒരു ഷെയർ എന്ന് പറയുന്നത് ഒരു ഷെയറിൻ്റെ വാല്യൂ 1400 രൂപയാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇക്വാലൻറ്റ് വാല്യൂ ഓഫ് 1 ഷെയർ ഓഫ് റിലയൻസ് ഇൻ US ഡോളറിൽ ഒരു ഷെയറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1400 ഡിവൈഡഡ് ബൈ 70. അതായത് 1400 ഇപ്പോൾ ഒരു കമ്പനിയുടെ ഷെയറിൻ്റെ വില. അത് ഇന്ത്യൻ റുപ്പീസിലുള്ള വിലയാണ് 1400. സോ ഇറ്റ് ഇസ് ഡിവൈഡഡ് ബൈ 70 എന്ന് പറയുന്നത് ഒരു US ഡോളറിൻ്റെ വിലയാണ്. പിന്നെ 70 എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ $20 ആണ്. അതായത് ഒരു ഷെയർ, റിലയൻസിൻ്റെ ഒരു ഷെയർ എന്ന് പറയുന്നത് $20 ആണ് വാല്യൂ ആവുന്നത്. ഓക്കെ, സോ ഈ 5 ഷെയർസ് ഓഫ് റിലയൻസ് അണ്ടർലൈ ഈച്ച് ADR. ഇപ്പോൾ ഒരു ADR അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് എന്ന് പറയുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ്, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ഷെയർസ് കൂടിയിട്ടുള്ളതാണെങ്കിൽ, അതായത് അങ്ങനെ ഉണ്ടായിരിക്കും ADRs എത്ര 5-10 ഷെയർസൊക്കെ കൂടിയിട്ടായിരിക്കും ഒരു ADR ആവുക. സോ ഇവിടെ ഈ എക്സാമ്പിളിൽ ഒരു ADR ആവണമെങ്കിൽ 5 ഷെയർസ്, റിലയൻസിൻ്റെ 5 ഷെയർസ് കൂടുമ്പോഴാണ് ഒരു ADR ആകുക എന്നുണ്ടെങ്കിൽ വർത്ത് ഓഫ് ഈച്ച് ADR ഓഫ് റിലയൻസിൻ്റെ ഒരു ADRൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 20 × 5 ഷെയർസ്, ദാറ്റ് ഈസ് $100. സോ ഒരു ADR പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് $100 ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, പിന്നെ കൊടുക്കേണ്ടി വരിക. സോ ഫോർ റേസിങ് $1,00,000 നമ്മളെ കമ്പനിക്ക് എത്രയാണ് വേണ്ടത്? $1,00,000 ആണ് ആവശ്യമുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ എത്ര ADRs ആയിരിക്കണം ഇഷ്യൂ ചെയ്യേണ്ടി വരിക? സോ ദ നമ്പർ ഓഫ് ADRs ടു ബി ഇഷ്യൂഡ് ഇസ് ഈക്വൽ ടു $1,00,000 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1000 ADRs ആണ്. സോ 1000 ADRs ആണ് ഈ കമ്പനി $1,00,000 കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, സോ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ADR ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ ADRും GDRും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നമ്മൾ GDRൻ്റെ മീനിങ്ങിലേക്ക് കടക്കുകയാണ്. ഓക്കെ, സോ നമുക്കിപ്പോൾ ADR എന്താണെന്നുള്ള ക്ലിയർ ആയി. ഇനി അത് വെച്ചിട്ട് നമുക്ക് GDR പറയാം. സോ ഫസ്റ്റ് പോയിന്റ് നോക്കാം. ADR ആൻഡ് GDR ആർ കോമൺലി യൂസ്ഡ് ബൈ ഇന്ത്യൻ കമ്പനീസ് ടു റേസ് ഫണ്ട്സ് ഫ്രം ദി ഫോറിൻ ക്യാപിറ്റൽ മാർക്കറ്റ്. രണ്ടിൻ്റെയും കോമൺ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഇഷ്യൂ ചെയ്യുന്നത് ഇന്ത്യൻ കമ്പനിയാണ്. ആ ഇന്ത്യൻ കമ്പനിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഫോറിൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യുക എന്നുള്ളതാണ് ആ ഇന്ത്യൻ കമ്പനിയുടെ ഉദ്ദേശം. അങ്ങനെ ഉദ്ദേശമുള്ള ഇന്ത്യൻ കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റാണ്, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റാണ് ADRും അതുപോലെ GDRും. ഇനി എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? The principal difference between ADR and GDR is in the market in which they are issued and the exchange in which they are listed. സോ അതിൻ്റെ വ്യത്യാസം എവിടെയാണ് കിടക്കുന്നത്? എവിടെയാണ് അത് ഇഷ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് എക്സ്ചേഞ്ചിലാണ് ആ ട്രാൻസാക്ഷൻസ് നടത്തുന്നത്, ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതിലാണ് ADRും GDRലും ഉള്ള വ്യത്യാസം. അതായത് ADR ഈസ് ട്രേഡഡ് ഓൺ US സ്റ്റോക്ക് എക്സ്ചേഞ്ച്. USA സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ADR ട്രേഡ് ചെയ്യുന്നത് എങ്കിൽ GDR ട്രേഡ് ചെയ്യുന്നത് യൂറോപ്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ്. ഓക്കെ, സോ യൂറോപ്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് GDR എന്ന് പറയുന്ന ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സുകൾ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, while ADR is issued by a US bank, GDR is issued by International Depository Bank representing foreign companies stock trading globally. അതായത് ADR നമ്മൾ പറഞ്ഞു US ഡോളേഴ്സ്, അതായത് അമേരിക്കയിലുള്ള ബാങ്കാണ് ഈ ADRs ഇഷ്യൂ ചെയ്യുന്നത്. അതേസമയം GDR ഇഷ്യൂ ചെയ്യുന്നത് ഒരു ഇൻ്റർനാഷണൽ ഡെപ്പോസിറ്ററി ബാങ്കാണ്. ഓക്കെ, ഈ GDR എവിടെയാണ്? യൂറോപ്യൻ കൺട്രീസിലാണ് ഈ GDR വർക്ക് ചെയ്യുന്നത്, അവരാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. സോ ഇൻ്റർനാഷണൽ ഡെപ്പോസിറ്ററി ബാങ്കാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. ത്രൂ ADR ഇഷ്യൂ ഫണ്ട് ക്യാൻ ബി റേസ്ഡ് ഇൻ US സ്റ്റോക്ക് മാർക്കറ്റ്. ത്രൂ GDR ഇഷ്യൂ ഫണ്ട് ക്യാൻ ബി റേസ്ഡ് ഇൻ എനി കൺട്രീസ് സ്റ്റോക്ക് മാർക്കറ്റ് എക്സെപ്റ്റ് USA. സോ ADR ഇഷ്യൂയിലൂടെ ഈ ഫണ്ട് നമ്മൾ US സ്റ്റോക്ക് മാർക്കറ്റിലൂടെയാണ് ഇത് റേസ് ചെയ്യുന്നത്. അതായത് US സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഇത് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്, അവിടെയാണ് ഇത് ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. അവിടെ നിന്നുള്ള US ഡോളേഴ്സാണ് നമ്മൾ ADR ഇഷ്യൂയിലൂടെ കളക്ട് ചെയ്യുന്നത്. അതേസമയം
GDR ഇഷ്യൂ ചെയ്യുന്നതിലൂടെ ഫണ്ട് റേസ് ചെയ്യുന്നത് ഏത് കൺട്രീസിലുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ആയാലും, അതായത് യൂറോപ്യൻ കൺട്രീസ് എന്ന് പറയുമ്പോൾ USA ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ യൂറോപ്യൻ കൺട്രീസിലും എല്ലാ കൺട്രീസിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിലും നമുക്ക് ഇത് ട്രാൻസാക്ഷൻസ് നടത്താം. ഓക്കെ, സോ യൂറോപ്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ഇത് ട്രേഡ് ചെയ്യുന്നത്. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻസ് നടത്തുന്ന സ്റ്റോക്ക് മാർക്കറ്റ് ഇന്ത്യയിലുള്ള USA ഒഴികെയുള്ള ഏത് കൺട്രിയുടെ സ്റ്റോക്ക് മാർക്കറ്റിലും നമുക്ക് ഇത് ട്രാൻസാക്ഷൻസ് നടത്താം. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസീറ്റ്സ്. സോ നമ്മൾ GDR എന്താണ്, ADR എന്താണെന്നുള്ളത് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസീറ്റ്സ് ആണ് പറയുന്നത്. ആദ്യം അതിൻ്റെ മീനിങ് നോക്കാം. An Indian depository receipt is a way of a foreign company to raise money in India. നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് IDR വരുന്നത്. അതായത് വിദേശത്ത് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിക്ക് നമ്മളുടെ ഇന്ത്യൻ റുപ്പീസ് ആവശ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റാണ് IDR. In an IDR, foreign companies would issue shares to an Indian depository. ഫോറിൻ കമ്പനി എന്ത് ചെയ്യുന്നു, ഇന്ത്യൻ ഡെപ്പോസിറ്ററിക്ക്, അവിടെ നമ്മൾ ഡെപ്പോസിറ്ററി വർക്ക് ചെയ്യുന്നത് ഇന്ത്യയിലായിരിക്കും. ആ ഇന്ത്യയിൽ അതിൻ്റെ ഒരു ബ്രാഞ്ച് ചിലപ്പോൾ ആ ഫോറിൻ കൺട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഇന്ത്യൻ ഡെപ്പോസിറ്ററിയിലാണ് ഈ ഫോറിൻ കമ്പനി എന്ത് ചെയ്യുക, ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. വിച്ച് വുഡ് ഇൻ ടേൺ ഇഷ്യൂ ഡെപ്പോസിറ്ററി റെസീറ്റ്സ് ടു ഇൻവെസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ. ഈ ഇന്ത്യൻ ഡെപ്പോസിറ്ററി ആയിരിക്കും ഇന്ത്യയിലുള്ള വിദേശത്തുള്ള കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാകും. ആ ഇൻവെസ്റ്റേഴ്സിന് ഈ ഡെപ്പോസിറ്ററി റെസീറ്റ്സുകൾ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, the actual shares underlying in the IDR would be held by an overseas custodian which shall authorize the Indian depository to issue IDRs. നമ്മൾ ADRും GDRും പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിൽ ഡെപ്പോസിറ്ററിൻ്റെ ഒരു ഏജൻറ്റ് എവിടെ ഉണ്ടായിരിക്കും, ഫോറിൻ കൺട്രിയിൽ ഉണ്ടായിരിക്കും. അതാണ് ഓവർസീസ് കസ്റ്റോഡിയൻ എന്ന് പറയുന്നത്. ഈ ഓവർസീസ് കസ്റ്റോഡിയൻ്റെ കയ്യിലാണ് ആക്ച്വലി ഷെയർസ് ഉണ്ടാവുക. അവർ എന്നിട്ട് അക്നോളജ്മെൻറ്റ് അറിയിക്കുകയാണ് ചെയ്യുക ഇന്ത്യൻ ഡെപ്പോസിറ്ററിയെ. ഓക്കെ, IDRs are issued by a domestic depository in India and denominated in Indian rupees. So ഇവിടെ IDR ഡിനോമിനേറ്റ് ചെയ്യുന്നത് എന്താണ്, ഇന്ത്യൻ റുപ്പീസിലാണ്. ഓക്കെ, സോ ഡൊമസ്റ്റിക് ഡെപ്പോസിറ്ററി, ഇന്ത്യയിലുള്ള ഡൊമസ്റ്റിക് ഡെപ്പോസിറ്ററിയാണ് അത് ഇഷ്യൂ ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഇന്ത്യൻ റുപ്പീസിലാണ് അത് ഡിനോമിനേറ്റ് ചെയ്യുന്നത്. സോ ഏതെങ്കിലും ഒരു വിദേശ രാജ്യം ഇന്ത്യയിലെ ഇന്ത്യൻ റുപ്പീസ് ആവശ്യമായിട്ട് വരുന്നൊരു സാഹചര്യത്തിൽ ഇഷ്യൂ ചെയ്യുന്നൊരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റാണ് IDR എന്ന് പറയുന്നത്. സോ IDR ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻവെസ്റ്റർ, ഇന്ത്യയിലുള്ള ഇൻവെസ്റ്റർ ഫോറിനിലുള്ള ഒരു കമ്പനിയുടെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. പക്ഷെ അവിടെ ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു ഓവർസീസ് കസ്റ്റോഡിയൻ വഴി അയാൾക്കൊരു ഏജൻറ്റ് ഉണ്ടാകും. ആ ഏജൻ്റാണ് ഇന്ത്യൻ ഡെപ്പോസിറ്ററി, പിന്നെ ഇന്ത്യൻ ഡെപ്പോസിറ്ററിയിലെ ഒരു ഏജൻറ്റ് ഉണ്ടാകും, ഓവർസീസ് കസ്റ്റോഡിയൻ. അവരിലാണ് ആ കമ്പനിയിലെ ഷെയർസൊക്കെ അവരെന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, so this about major depository receipts available.